നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സദാനന്ദൻ മാസ്റ്ററെ RSS നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ രാജ്യസഭാംഗമാക്കിയിരിക്കുകയാണ്. CPMന്റെ മൃഗീയമായ ആക്രമണങ്ങൾക്ക് വിധേയനായ സദാനന്ദൻ മാസ്റ്റർക്ക് 94-ൽ 2 കാലുകളും നഷ്ടപ്പെട്ടു. അങ്ങനെ CPM ആക്രമണത്തിൻ്റെ ഇരയായി രാജ്യം മുഴുവൻ BJPക്കും RSSനും ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരാളാണ് സദാനന്ദൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വിട്ടതും. എന്നാൽ RSSന്റെ ആക്രമണത്തിൽ ജീവച്ഛവമായി കഴിയുന്ന കണ്ണൂരിലെ ചെന്താരകം P ജയരാജനെ CPM എന്തു ചെയ്തു എന്ന ചോദ്യം ഇപ്പോൾ അണികൾക്കിടയിൽ ഉയർന്നു വരികയാണ്. ഒരു തവണ MLA ആക്കിയതൊഴിച്ചാൽ പിന്നെ CPM P ജയരാജനെ മൂലക്കിരുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ CPM നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും ഉയരുന്ന പരാതി. അതുകൊണ്ട് തന്നെ P ജയരാജനെ രാജ്യസഭാംഗമാക്കണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ കണ്ണൂരിലെ CPMൽ നിന്നും ഉയർന്നിരിക്കുകയാണ്. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ, കാരണം CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോകുമ്പോൾ RSSന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ P ജയരാജനും രാജ്യസഭയിലേക്ക് പോകണമെന്നാണ് CPM നേതാക്കൾ, പ്രത്യേകിച്ച് കണ്ണൂരിലെ CPM ആഗ്രഹിക്കുന്നത് അത്രേ. 2026-ൽ ഏതാണ്ട് 2 ഒഴിവുകൾ രാജ്യസഭയിലേക്ക് വരും. അതിൽ 2ലും CPMന് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അതിലൊന്ന് P ജയരാജന് നൽകണമെന്നാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരും മറ്റു നേതാക്കളും ആവശ്യപ്പെടുന്നത്. കാരണം CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായി BJP ഇന്ത്യ മുഴുവൻ ഉയർത്തിപ്പിടിക്കുന്ന സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് എത്തിക്കാമെങ്കിൽ RSSന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ സാക്ഷാൽ ചെന്താരകം P ജയരാജനെ എന്തുകൊണ്ട് രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി കൂടാ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ CPM നേതൃത്വം ഉയർത്തുന്നത്, അല്ലെങ്കിൽ കണ്ണൂരിലെ CPM നേതാക്കൾ ഉയർത്തുന്നത്. കാരണം സദാനന്ദൻ മാസ്റ്ററെ പോലെ തന്നെ RSSന്റെ ആക്രമണത്തിൽ കൈയും കാലുമെല്ലാം വെട്ടേറ്റ് നഷ്ടപ്പെട്ട് ഇപ്പോഴും പരസഹായമില്ലാതെ നടക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്തയാളാണ് P ജയരാജൻ. സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ CPM അക്രമികൾ വെട്ടിയെറിഞ്ഞപ്പോൾ സാക്ഷാൽ P ജയരാജനെ തിരുവോണ ദിവസം വീട്ടിൽ കയറി RSS അക്രമികൾ വെട്ടിനുറുക്കുകയായിരുന്നു. അങ്ങനെ സദാനന്ദൻ മാസ്റ്ററെ ഉയർത്തിക്കാട്ടി അഖിലേന്ത്യാ തലത്തിൽ CPMനെതിരെ പ്രചരണം നടത്താൻ RSSും BJPയും തുനിയുമ്പോൾ അതിന് തടുക്കാൻ, അതിന് കൃത്യമായ മറുപടി നൽകാൻ പറ്റിയ ഒരാൾ കണ്ണൂർ തന്നെയുണ്ട്. അത് P ജയരാജനാണ്. എന്തുകൊണ്ട് P ജയരാജനെ നിങ്ങൾ രാജ്യസഭയിലേക്ക് അയക്കാൻ മടിക്കുന്നു? രാജ്യസഭയിൽ P ജയരാജൻ എഴുന്നേറ്റ് നിന്ന് താൻ RSSന്റെയും BJPയുടെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടം എന്തുകൊണ്ട് CPM നേതൃത്വം കണക്കിലെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് കണ്ണൂരിലെ സഖാക്കൾ ഉയർത്തുന്നത്. ഏതായാലും ചെന്താരകം P ജയരാജന് രാശി തെളിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം സദാനന്ദൻ മാസ്റ്റർക്ക് പകരമായി ഇനി P ജയരാജനെ രാജ്യസഭയിലേക്ക് വിടാനുള്ള ഒരു തീരുമാനം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2026-ൽ 2 സീറ്റുകൾ ഒഴിവരും. അതൊന്ന് ജോൺ ബ്രിട്ടാസിൻ്റെ ആയിരിക്കും. അതിന് പകരമായി, ജോൺ ബ്രിട്ടാസിന് പകരമായി P ജയരാജനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നുള്ള ഒരു ചർച്ച ഇപ്പോഴേ കണ്ണൂരിലെ CPM തുടങ്ങിയിട്ടുണ്ട്. കാരണം കൈവെട്ടിയാൽ തിരിച്ച് കൈവെട്ടും, കാല് വെട്ടിയാൽ തിരിച്ച് കാല് വെട്ടും, തല വെട്ടിയാൽ തിരിച്ച് തലവെട്ടും. ഇതാണ് RSS BJP ആക്രമണത്തിൻ്റെ രീതി. ഇനി രാജ്യസഭയിലേക്ക് അയച്ചാൽ ഞങ്ങൾ തിരിച്ച് രാജ്യസഭയിലേക്ക് അയക്കും, അങ്ങനെ ഞങ്ങളെ പറ്റിക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ തോൽപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. അതുകൊണ്ട് കൈവെട്ടിയവൻ്റെ കൈവെട്ടാനും കാൽവെട്ടാവൻ്റെ കാൽവെട്ടാനും നിൽക്കുന്നതോടൊപ്പം തന്നെ രാജ്യസഭയിലേക്ക് അയച്ചാൽ അതിന് പകരം ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ രാജ്യസഭയിലേക്ക് അയച്ച് നിങ്ങളെ തോൽപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ CPM നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, P ജയരാജൻ്റെ രാശി ഇതോടുകൂടി തെളിഞ്ഞു വരുന്നുണ്ട്.